സോഷ്യൽ മീഡിയയും ന്യൂസ് ആർട്ടിക്കിൾസ് വഴി കുറേ പേര് കേട്ടിട്ടുള്ള ഒരു പേരാണ് മിസ്റ്റർ ഗോബോട്ട്. പക്ഷേ മിസ്റ്റർ ഗോബോട്ടിന്റെ വിജയത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ജീവിതാനുഭവങ്ങളും ഇഷ്ടങ്ങളും ഇന്നത്തെ നിലയിലെത്താൻ സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. ചെറുപ്പം മുതൽ തന്നെ തൻ്റെ അങ്കിൾ സ്വന്തം വണ്ടി വൃത്തിയായി കഴുകുന്നതും വെടിപ്പായി കൊണ്ട് നടക്കുന്നതും കണ്ട് അരുണിൽ കൗതുകം ജനിപ്പിച്ചിരുന്നു. കാർ എന്ന യന്ത്രം ആ കുഞ്ഞു മനസ്സിനെ ആകർഷിച്ചിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ കാർ ഓടിച്ചു തുടങ്ങി. കാർ സീറ്റിൻ്റെ ലെതറിൻ്റെ ഗന്ധവും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് തോന്നുന്ന ഭാരവും ഇഷ്ടമായിരുന്നു. +2 ആയപ്പോൾ തന്നേക്കാൾ മുതിർന്നവരെ പോലും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ സാധിച്ചു. ഇതറിഞ്ഞ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ 18-ാം വയസ്സിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ തോൽപ്പിച്ചു. ബിരുദാനന്തരം ഒമാനിലെത്തിയ അരുൺ അവിടെ ഒരു ജർമ്മൻ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഉത്തരവാദിത്തത്തോടെ ജോലികൾ ചെയ്യുമ്പോഴും അച്ഛൻ്റെ സുഹൃത്തായ ദിലീപ് എന്ന ആളുടെ ഡീറ്റെയിലിംഗ് ഷോപ്പിൽ പാർട്ട് ടൈമായി ജോലി ചെയ്ത് അവൻ്റെ ഇഷ്ടജോലി ചേർത്ത് പിടിച്ചു. പതിയെ കാർ ഡീറ്റെയിലിംഗിൻ്റെ രഹസ്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. അതുമാത്രമല്ല, കസ്റ്റമർ കെയറും സാറ്റിസ്ഫാക്ഷനെയും കുറിച്ചുള്ള ബാലപാഠങ്ങൾ ദിലീപിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്ന കാൽവയ്പായിരുന്നെന്ന് അന്ന് അറിയത്തില്ലായിരുന്നു. 2018 കല്യാണത്തിനായി അരുൺ നാട്ടിൽ തിരിച്ചു വന്നു. ആ വർഷം ബാംഗ്ലൂരിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും എന്നാൽ 2019 അത് നഷ്ടത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. തുടർച്ചയായ പരാജയങ്ങളിൽ തളരാതെ ഒടുവിൽ കാർ വാഷിംഗ് ബിസിനസ്സിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. സ്വന്തമായി ഒരു ഒമ്നി സംഘടിപ്പിച്ച് കോവിഡ് സമയത്ത് ഒരു ഡോർ സ്റ്റെപ്പ് കാർ വാഷിംഗ് സർവീസ് ആരംഭിച്ചു. തൻ്റെ പാഷനായ ആ സംരംഭത്തിന് മിസ്റ്റർ ഗോബോട്ട് എന്ന പേരും കൊടുത്തു. വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ കുറേ അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്കുപരി ഉദ്യോഗസ്ഥരിൽ നിന്നും കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഉണ്ടായിരുന്നു. പ്രഭാതത്തിന് മുമ്പുള്ള രാത്രിയുടെ ഇരുട്ട് കൂടുതലാണ്. വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. തൻ്റെ വിജയത്തിൽ വിശ്വസിച്ച് പിന്തുണച്ചവർക്ക് വേണ്ടിയും മുന്നോട്ട് പോയേ മതിയാവും. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ തളരാതെ വാശിയിൽ മുന്നോട്ട് പോകാൻ തന്നെ അരുൺ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് പോളിസിൻ്റെ രൂപത്തിൽ ആദ്യത്തെ മേജർ വർക്ക് കിട്ടുന്നത്. അതും MLA-യും നടനും സെലിബ്രിറ്റിയുമായ ശ്രീ ഗണേഷ് കുമാറിൻ്റെ വണ്ടി. തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ പൂർണ്ണതയോടെ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. വർക്ക് കണ്ട് സംതൃപ്തനായ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഊർജമായി ഭവിച്ചു. അങ്ങനെ മിസ്റ്റർ ഗോബോട്ട് 2022 ഫെബ്രുവരി 14 കൊല്ലത്ത് കാലുറപ്പിച്ചു. കൂടുതൽ ആളുകളിലേക്ക് മിസ്റ്റർ ഗോബോട്ടിൻ്റെ സർവീസ് എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് പടിപടിയായി വിജയത്തിൻ്റെ പടവുകൾ കയറുകയായിരുന്നു. കൊല്ലത്ത് വളരെ വേഗം വളർന്ന് ഒരു ശൃംഖലയായി മാറി മിസ്റ്റർ ഗോബോട്ട്. ഇന്ന് ഈ 3-ാം വർഷത്തിൽ തങ്ങളുടെ 3ാമത്തെ ഷോറൂം കൊല്ലത്തിലെ കണ്ണായ സ്ഥലത്ത് കല്ലുംതാഴത്ത് ആരംഭിക്കുകയാണ്. കൊല്ലംസ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് PPF ഷോറൂം. സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും വിജയത്തിൻ്റെ പാത മുന്നിൽ തുടർന്നു വരും.